ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. കാസർഗോഡൻ സ്റ്റൈലിലാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും ഒരു ഇച്ചിരി പിക്കിളും മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ഗിവ് അവേ നടക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസാണ് സമ്മാനം വിന്നായവർക്ക്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 പൊട്ടോറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4 പൊട്ടോറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 സവാള, പിന്നെ 2 തക്കാളി, എല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ഒന്ന് ജസ്റ്റ് അതിൻ്റെ തൊലി ഒന്ന് മാറ്റണം. തൊലി മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ തൊലി എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിക്കളയാം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിതിൻ്റെ സവാളയുടെയും ഒന്ന് തൊലിയൊന്ന് മാറ്റിക്കളയാം. ഇതിൻ്റെ തൊലി മാറ്റിയിട്ടൊന്ന് വീണ്ടും ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ തൊലി കളഞ്ഞ് സവാളയും അതുപോലെ പൊട്ടാറ്റോ ഒക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അറിയാത്ത, അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. സാധാരണ അധികം മൂർച്ചയില്ലാത്ത ഒരു നൈഫിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി പൊട്ടാറ്റോയും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനേക്കാളും ഒരിച്ചിരി സൈസ് വലുതുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ലോണം ചെറുതാക്കി എടുക്കണ്ട. പിന്നെ അതുപോലെ നമുക്ക് ടൊമാറ്റോ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണാം. പിന്നെ ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം കാണണം നമുക്ക്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് കാണിച്ചു തരാം. അപ്പോൾ അതധികം എരിവുണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ള കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇതധികം എരിവുണ്ടാകാറില്ല, കറിക്ക് നല്ല കളറ് കിട്ടാറുമുണ്ട്. ഞാൻ അധികം മുളക് പേസ്റ്റ്, നമ്മൾ അരച്ച പേസ്റ്റ് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. പൗഡർ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മൂടി ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 വിസിൽ വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്തു. എന്നിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് നോക്കാം പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന്. അപ്പോൾ 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ പ്രഷറൊക്കെ പുറത്തെടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ കുക്കായി പോകും. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വെള്ളമുണ്ട്. നമ്മുടെ പൊട്ടാറ്റോയും നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.